ഇറ്റ്സ് മീ SDK ഫ്രം MS സൊല്യൂഷൻ. ഇനി എന്തിനാ വേറെ സൊല്യൂഷൻ? മക്കളെ നമ്മളെ ഹിസ്റ്ററിയിലെ ഒന്നാമത്തെ ചാപ്റ്റർ ഉണ്ടല്ലോ ഹ്യൂമാനിസം, വെറും 15 മിനിറ്റ് കൊണ്ട് അല്ലെങ്കിൽ വളരെ ചുരുക്കം ചില സമയങ്ങൾ കൊണ്ട് എങ്ങനെ നമുക്കത് പഠിക്കാമെന്നാണ് നമ്മൾ നോക്കുന്നത്. മാനവികതയെക്കുറിച്ച് നോക്കല്ലേ, എന്താണ് മാനവികത, എന്തൊക്കെയാണ് അതിൽ പറയുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ നോക്കുന്നുണ്ടാവുക. വളരെ പെട്ടെന്ന് നോക്കാം. നമുക്കറിയാം മാനവികത ഉണ്ടായിട്ടുള്ളത് അല്ലേ യൂറോപ്പിൽ, ഇറ്റലിയിലാണ് ഉണ്ടായിട്ടുള്ളത്. അതിന് മുമ്പാണ് ഫ്യൂഡലിസം ആണ് ഉണ്ടായിരുന്നത്. ഈ കാര്യങ്ങളൊക്കെ അറിയാം. നമുക്ക് വേഗം എന്താവാ ചാപ്റ്ററിലേക്ക് ഒന്ന് പോയി വെക്കുക അല്ലേ. അതായത് നമ്മളിത് പഠിക്കുമ്പോൾ ആദ്യം എന്താണെന്ന് അറിയോ, രണ്ട് കാലഘട്ടത്തെ കുറിച്ച് പഠിക്കണം. ഒന്ന് മധ്യകാലഘട്ടം, മിഡീവൽ പീരീഡ്. രണ്ടാമത്തത് മോഡേൺ പീരീഡ്, ആധുനിക കാലഘട്ടം. ഈ മധ്യകാലഘട്ടം ആധുനിക കാലഘട്ടത്തിലും ഒരു വ്യത്യാസം ഉണ്ടായിട്ടുണ്ട്. മധ്യകാലഘട്ടത്തിൽ യൂറോപ്പിൽ മുഴുവൻ എന്തായിരുന്നു, ഫ്യൂഡലിസം ആണ് ഉണ്ടായിരുന്നത്. ഈ ഫ്യൂഡലിസ്റ്റുകളോ ജനങ്ങൾക്ക് യുക്തിചിന്ത നിഷേധിച്ചു. ദേ ഡിനൈഡ് ദ റാഷണാലിസം. അതായത് യുക്തിചിന്ത, ഒന്ന് ചിന്തിക്കാനുള്ള അവകാശം പോലെ എന്തായി നിഷേധിച്ചു. അങ്ങനെ ഈ മധ്യകാലഘട്ടത്തിൽ നിന്ന് മോഡേൺ പീരീഡിലേക്ക് മാറിയപ്പോൾ ഈ പറയപ്പെട്ട ഫ്യൂഡലിസം എന്നുള്ള ആശയം അവിടെ നിന്ന് ഇല്ലാതാവുകയും അവിടെ എന്ത് ഉയർന്നു വരികയും ചെയ്തു, നവോത്ഥാനം. അപ്പൊ എന്താണ് നവോത്ഥാനം ചോദിച്ചാൽ, ചേഞ്ചസ് ഫ്രം ദ മിഡീവൽ പീരിയഡ് ടു മോഡേൺ പീരിയഡ്. മിഡീവൽ പീരിയഡിൽ നിന്ന് മോഡേൺ പീരിയഡിലേക്കുള്ള മാറ്റത്തെ വിളിക്കുന്ന പേരാണ് മക്കളെ യഥാർത്ഥത്തിൽ എന്ത് കണ്ടോ, അതിന് വിളിക്കുന്ന പേരാണ് നവോത്ഥാനം. നവോത്ഥാനം ഉണ്ടായപ്പോൾ അവിടെ എന്ത് ഫ്രീഡം കിട്ടി, റാഷണാലിസത്തിന്, യുക്തിചിന്തക്ക് എന്ത് കിട്ടി, കൂടുതൽ ഫ്രീഡം കിട്ടി, അവകാശങ്ങളും കൂടുതൽ എന്തായി, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ കിട്ടാൻ നോക്കുകയാണ്. ഇപ്പൊ ചോദ്യം എന്നാണ്, ഞാൻ ഓൾറെഡി പറഞ്ഞു, യൂറോപ്പിലാണ് മക്കൾ എന്തുണ്ടായിട്ടുള്ളത്, നവോത്ഥാനം ഉണ്ടായിട്ടുള്ളത്. യൂറോപ്പിൽ എവിടെയാണ് റിനൈസൻസ് അല്ലെങ്കിൽ ഹ്യൂമാനിസം ഉണ്ടായിട്ടുള്ളത് ചോദിച്ചാൽ ഇറ്റലിയിലാണ്. അപ്പൊ ചോദ്യം എക്സാമിന് വരും, എന്തുകൊണ്ട് ഇറ്റലിയിൽ, വൈ റിനൈസൻസ് എമേർജ്ഡ് ഇൻ ഇറ്റലി, എന്തുകൊണ്ടാണ് ഇറ്റലിയിൽ റിനൈസൻസ് ഉണ്ടായത്, അല്ലെങ്കിൽ എന്തുകൊണ്ട് ഇറ്റാലിയൻ നഗരങ്ങൾ മറ്റുള്ള യൂറോപ്യൻ നഗരങ്ങളിൽ നിന്നും വ്യത്യസ്തമായി. ഈ ഒരു ചോദ്യം പലതവണ എക്സാമിന് ചോദിക്കുന്നതാണ്. അപ്പൊ നിങ്ങൾ എല്ലാവരും എന്താവണം അറിയോ, അതിന്റെ റീസൺസ് പഠിക്കണം. ഒന്നാമത്തെന്ന് പറഞ്ഞാൽ ട്രേഡേഴ്സ് ഒരു പ്രധാനപ്പെട്ട കാരണമാണ്. ഇതേപോലെ ക്രൂസാഡ്സ്, പ്ലാഗ്, അതേപോലെ തുർക്കി കോൺസ്റ്റാന്റിനോപ്പിൾ ആക്രമിച്ചത്, ഇതൊക്കെ ഓരോ കാരണങ്ങളാണ്. എന്താ ട്രേഡേഴ്സിനെ കുറിച്ച്, വ്യാപാരികളെ കുറിച്ച് നമ്മൾ പറയാനുള്ളത്, ഇറ്റലിയിലെ വ്യാപാരികൾ എന്ന് പറഞ്ഞാൽ ദേ ഹാവ് വെൽ അവെയർ അബൌട്ട് ബാങ്കിങ്, ഇൻഷുറൻസ് ആൻഡ് ബുക്ക് കീപ്പിംഗ്. ബാങ്കിങ്ങിനെ കുറിച്ചും ഇൻഷുറൻസിനെ കുറിച്ചും ബുക്ക് കീപ്പിങ്ങിനെ കുറിച്ചും നല്ല അറിവുണ്ട്. അപ്പൊ നല്ല രീതിയിൽ കച്ചവടം നടത്തി ബാങ്കുമായി ബന്ധപ്പെട്ടും ഇൻഷുറൻസുമായി ബന്ധപ്പെട്ടിട്ടും വരവ് ചെലവ് കണക്കുകൾ ബുക്ക് കീപ്പിംഗിൽ എഴുതിയിട്ടൊക്കെ എന്താവാം അവർക്ക് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയും. അങ്ങനെ അവർ സാമ്പത്തികമായിട്ട് എന്തായി ഉയരാൻ തുടങ്ങി. ഫ്യൂഡലിസ്റ്റുകളോടൊപ്പം എന്താവാണ് സാമ്പത്തികമായിട്ട് ഉയരാണ്. അപ്പൊ ഈ ഫ്യൂഡലിസ്റ്റുകൾക്ക് പകരം ഒരു ശക്തി അവിടെ വരുന്നുണ്ട് അല്ലെ. ആ ശക്തിയെക്കാര് ട്രേഡേഴ്സ് അപ്പൊ പീക്കിലെത്തുന്നോ അപ്പൊ ഫ്യൂഡലിസം എന്താ വരും അല്ലെ. ആ സമയത്താണ് ഇറ്റലിയിൽ എന്തുണ്ടായിട്ടുള്ള, ഇറ്റലിയിലെ ലോകത്ത് മൊത്തം ഒരു യുദ്ധം ഉണ്ടായിട്ടുള്ളത്, ക്രൂസാഡ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം, ഇസ്ലാമിസ്റ്റുകളും ക്രിസ്ത്യൻസും, ഇസ്ലാം മതം ക്രിസ്ത്യൻസും തമ്മിൽ ഉണ്ടായിട്ടുള്ള യുദ്ധത്തെ നമ്മൾ വിളിക്കുന്ന പേരാണ് മക്കളെ ക്രൂസാഡ്സ്, കുരിശ് യുദ്ധം. ഈ കുരിശ് യുദ്ധം ഉണ്ടായപ്പോൾ എന്താ പറയുക, കിഴക്കും പടിഞ്ഞാറും തമ്മിൽ ഒരു ട്രേഡ് റിലേഷൻ ഉണ്ടാവുക, ഇസ്ലാമിക് എംപയറും ബൈസന്റൈൻ എംപയറും. അങ്ങനെ എന്താ ചോദിച്ചാൽ ഈ ഇസ്ലാമിക് എംപയറും ബൈസന്റൈൻ എംപയർ എന്ന് പറഞ്ഞാൽ യൂറോപ്പിലുള്ള റോമ സാമ്രാജ്യത്തിന്റെ ഭാഗമായിട്ടുള്ള സാമ്രാജ്യമാണ് ബൈസന്റൈൻ സാമ്രാജ്യം. ഇവർ ആരുമായിട്ട് കച്ചവടത്തിൽ ഏർപ്പെട്ടു, ഇസ്ലാമിക സാമ്രാജ്യമായിട്ട്. ഈ സമയത്ത് ഇറ്റലിയിലുള്ള ഒരുപാട് കച്ചവടക്കാർ നേരെ ഈ ഏഷ്യയിലെ ഈ പറയപ്പെട്ട കിഴക്ക് ഭാഗത്ത് വന്നിട്ട് എന്തായി കൂടുതൽ കച്ചവടങ്ങൾ നടത്താൻ തുടങ്ങി. ഈ കച്ചവടത്തിലൂടെ അവിടെ ഇറ്റലിയിലെ വ്യാപാരികൾക്ക് നല്ല സമ്പത്ത് കിട്ടി. ഓക്കെ ആണല്ലോ, ഇതാണ് ഒരു പോയിന്റ്. അടുത്ത് നോക്കി, പ്ലാഗ് ഉണ്ടായപ്പോൾ ഒരുപാട് തൊഴിലാളികൾ, ലേബേഴ്സ് എന്തായി മരണപ്പെടുകയാണ്. ആ സമയത്ത് എന്ത് സംഭവിക്കുകയാണ്, അവിടെ ഒരു ലേബർ ഷോർട്ടേജ്, തൊഴിലാളികൾക്ക് ക്ഷാമം ഉണ്ടാവുന്നു. അങ്ങനെ യൂറോപ്പിലെ ഫ്യൂഡലിസ്റ്റുകൾക്ക് അവരുടെ തോട്ടത്തിലും പറമ്പിലും പണിയെടുക്കാൻ തൊഴിലാളികളെ കിട്ടാതാവുന്നു. അങ്ങനെ ഫ്യൂഡലിസം തകരുന്നു. ഓക്കെ ആണല്ലോ. ഈ ഫ്യൂഡലിസം കംപ്ലീറ്റ് ആയി തകരാനുള്ള കാരണം എന്താ, തുർക്കി അറ്റാക്ക്ഡ് കോൺസ്റ്റാന്റിനോപ്പിൾ. ഒരു കാലത്ത് തുർക്കി അറ്റാക്ക്ഡ് കോൺസ്റ്റാന്റിനോപ്പിൾ ആക്രമിച്ചു. ആ സമയത്ത് എന്ത് സംഭവിച്ചു, കോൺസ്റ്റാന്റിനോപ്പിൾ ഒരുപാട് നല്ല ലീഡേഴ്സ്, സ്കോളേഴ്സ്, പണ്ഡിതന്മാരുണ്ടായിരുന്നു. ഓലെന്തായി ഇതിനെ പേടിച്ചിട്ട് അവർ മനുസ്ക്രിപ്റ്റ്, കയ്യെഴുത്ത് പ്രതികളും കുറെ പുസ്തകങ്ങളുമായിട്ട് മൈഗ്രേറ്റഡ് ടു ഇറ്റലി. അവർ ഇറ്റലിയിലേക്ക് വരിക. അങ്ങനെ അവിടുത്തെ ജനങ്ങളൊക്കെ നല്ലോണം ബോധവൽക്കരണം നടത്തി ഇറ്റലിയിൽ വിദ്യാഭ്യാസ വിപ്ലവം നടത്തുന്നു. അങ്ങനെ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തരം കാരണങ്ങളിലൂടെ ഇറ്റലിയിൽ എന്തുണ്ടാവുകയാണ് മക്കളെ, നവോത്ഥാനം ഉണ്ടാവുകയാണ്. അങ്ങനെ നമ്മൾ പറഞ്ഞല്ലേ, കുറെ കച്ചവടക്കാർ ഉഷാറായി, ട്രേഡേഴ്സ് ബാങ്കിങ് ഇൻഷുറൻസ് ഒക്കെ നടത്തി ഉഷാറായി എന്ന് പറഞ്ഞില്ലേ. അങ്ങനെ ഉയർന്നു വന്നിട്ടുള്ള കുറേ വ്യാപാര കുടുംബങ്ങളുണ്ട്, വെൽത്തി ട്രേഡിംഗ് ഫാമിലീസ്. എക്സാമിന് ചോദിക്കും അത് ഏതൊക്കെ രാജ്യത്തെ വന്നു, ഏതൊക്കെ സിറ്റിയിലാണ് വന്നത്. ഇറ്റലിയിൽ നോക്കിക്കോ, ഒരു ട്രേഡിംഗ് ഫാമിലി മെഡിച്ചി വന്ന സ്ഥലമാണ് ഫ്ലോറൻസ്, ഫർണിസി പാർമ, വിസ്കൊന്തി മിലാൻ, അടുത്ത് നോക്കി ഓർസിനി നാപ്പിൾസ്. സിമ്പിളായിട്ട് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. മെഡിച്ചി അല്ലേ, ആദ്യം സമ്പന്ന വിഭാഗത്തിന്റെ പേര് പഠിക്കുക. എങ്ങനെ പഠിക്കുക, മടിച്ചിയായ ഫർസാന വിക്സ് വാങ്ങാൻ വേണ്ടിയിട്ട് ഒറീസി പോയി കണ്ടോ. അപ്പൊ പേരുകൾ കിട്ടി. നോക്കി, മടിച്ചാൽ നല്ല ഉഷാറായിട്ട് പണിയെടുക്കും. പക്ഷെ പണിയെടുക്കുവോ ഇല്ല, പണിയെടുത്താൽ നല്ല ഫ്ലോയേക്കാറ് കണ്ടോ. അപ്പോൾ മെഡിച്ചി എന്ന് പറഞ്ഞാൽ ഫ്ലോറൻസ് കിട്ടിയോ. ഫർസാന എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഒരു പാരയായിരുന്നു, കിട്ടിയോ. പാർമ കിട്ടി. വിക്സ് കൊണ്ടുവരാൻ പോവാ, ആരുടെ
അടുത്ത് കൊണ്ടുവരാൻ പോണത് മില്ലുവിൻ്റെ അടുത്തേക്ക്. അപ്പോൾ അതും കിട്ടി ഇല്ല, അതുണ്ടായ നഗരം കിട്ടി. ഒറീസന് നേരെ അപ്പുറത്തുള്ള രാജ്യം ഏതാണ്? നേപ്പിൾസ് ആണ്, നേപ്പാളാണ്. അപ്പോൾ നമുക്ക് അടുത്തത് എന്തായി? ഇങ്ങനെ ട്രിക്ക് ഇട്ട് എൻ്റെ മക്കൾക്ക് അത് സിമ്പിളായിട്ട് എന്താവും കിട്ടുമെന്ന് കരുതുന്നു. അടുത്തായിട്ട് മക്കളെ ഇങ്ങോട്ട് നോക്കുന്നുണ്ടോ? സിമ്പിളായിട്ട് നോക്കിക്കോ. സ്കോളാറ്റിസവും അതേപോലെ ഹ്യൂമാനിസവും, മാനവികതയും സ്കോളാറ്റിസവും തമ്മിലുള്ള വ്യത്യാസം. എടാ എന്താണ് എക്സാമിന് പലതവണ ചിലപ്പോൾ ചോദിക്കും, നിങ്ങൾ ബുദ്ധിമുട്ടരുത്. സ്കോളാറ്റിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രിസ്ത്യൻ തിയോളജിയാണ്, ഒരു ക്രിസ്തുമത ഗ്രന്ഥമാണെന്ത് സ്കോളാറ്റിസിസം. ഇത് ദൈവത്തിനാണ് കൂടുതൽ പ്രാധാന്യം കൊടുത്തത്, അതേപോലെ തന്നെ പരലോക ജീവിതത്തിനാണ് പ്രാധാന്യം കൊടുത്തത്. ഡിവൈൻ ആൻഡ് ആഫ്റ്റർ ലൈഫ്, ഇവിടെയുള്ള ജീവിതമല്ല പരലോക ജീവിതത്തിന്. ഇതേപോലെ കൂടുതൽ പ്രോത്സാഹനം കൊടുത്തി നോളജിനും റിസർച്ചിനും. ഗവേഷണം നടത്തണം, നല്ല അറിവ് ഉണ്ടാവണം, അത് പ്രോത്സാഹിപ്പിച്ചു. അതുകൊണ്ടൊന്നും കാര്യമില്ല. ദൈവത്തിനും പരലോകത്തിനും പ്രാധാന്യം കൊടുത്തത് കണ്ടോ. ദൈവത്തിൽ മാത്രം ഊന്നിയിട്ടുള്ള ക്രിസ്ത്യൻ തിയോളജിയാണ് സ്കോളാറ്റിസിസം. അപ്പോൾ ഹ്യൂമാനിസം, അതായത് സ്കോളാറ്റിസത്തിൽ നിന്ന് മാറിയിട്ട് വന്നിട്ടുള്ളൊരു ആശയമാണ് ഏത് പറഞ്ഞാണ് മാനവികത. മാനവികത ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുത്തത് ഹ്യൂമൻ എക്സ്പീരിയൻസ്, അതേപോലെ വേൾഡ്ലി ലൈഫ്. കിട്ടിയോ? ഇവിടെയുള്ള ജീവിതത്തിൽ നമ്മളെ ലോകത്തുള്ള ഇഹലോക ജീവിതത്തിന് പ്രാധാന്യം കൊടുക്കുക കേട്ടോ. അതേപോലെ മനുഷ്യന്റെ ജീവിതാനുഭവങ്ങൾക്ക് പ്രാധാന്യം കൊടുത്തു. ഇതേപോലെ മനുഷ്യന്റെ കൂടുതലുള്ള മനുഷ്യന്റെ വ്യക്തിപരമായിട്ടുള്ള വികാരങ്ങൾ, കഴിവുകൾ, സാഹിത്യ പ്രകാശനം തുടങ്ങിയിട്ടുള്ള എല്ലാ മേഖലയിലും ഒരുപാട് നല്ല നല്ല ഇമ്പോർട്ടൻസ് കൊടുത്തതാണ് ഹ്യൂമാനിസം. ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കി വെക്കുക കേട്ടോ. ഓക്കെ, ഞാൻ അടുത്ത് നോക്കണം കേട്ടോ. അങ്ങനെ ഈ നവോത്ഥാനം റിനൈസൻസ് എന്തായി മക്കളെ? ഒരുപാട് മേഖലയെ സ്വാധീനിക്കാൻ തുടങ്ങി. റിനൈസൻസ് ഒരുപാട് മേഖലയിൽ സ്വാധീനിച്ചു. ഇതാണ് മേഖല. ഒന്ന് പെയിന്റിങ്, സ്കൾപ്ചർ, ആർക്കിടെക്ചർ, ലിറ്ററേച്ചർ, ഹിസ്റ്റോറിയോഗ്രഫി, സയൻസ്, ശാസ്ത്രം, ചരിത്രരചന, സാഹിത്യം, വസ്തുവിദ്യ, ശില്പകല, അങ്ങനെയുള്ളത്. ഇത് ഓരോന്നോരോ നമുക്ക് വളരെ പെട്ടെന്ന് ടെക്ക് എന്ന് പറഞ്ഞിട്ട് എന്താവുക പെട്ടെന്ന് നമുക്ക് ഡിസ്കസ് ചെയ്ത് പോകാം കേട്ടോ. എല്ലാവരും നോക്കിക്കോ. ഒന്നാമത്തെ നമ്മൾ പറഞ്ഞ ചിത്രകലയെ കുറിച്ചാണ്. ചിത്രകല കേട്ടോ, ചിത്രകല അല്ലെ. എന്തൊക്കെയാണ് ചിത്രകലന്റെ പ്രത്യേകതകൾ, അന്നത്തെ പെയിന്റിങ്ങിന്റെ പ്രത്യേകതകൾ ഓരോ നോക്കി. ഒന്നാമത്തെ നോക്കി ലാൻഡ്സ്കേപ്പ്, ഭൂപ്രകൃതി ഉണ്ട്. ദ യൂസ് ഓഫ് ഓയിൽ പെയിന്റ്, ഇല്ലുസ്ട്രേറ്റ്, ഡിഫറൻഷിയേറ്റ് ദ ലൈറ്റ് ആൻഡ് ഡെപ്ത്. പ്രകാശത്തിന് അകലത്തിന് എന്താ പറ്റും വേർതിരിച്ച് മനസ്സിലായി. ഇവിടെ ഭൂപ്രകൃതിയാണ് മനസ്സിലായത്, ഭൂദൃശ്യങ്ങൾ ഇട്ടോ അത്. ഓക്കെ, ഞാൻ അടുത്ത് നോക്കി റിയലിസ്റ്റിക് ഡെപിക്ഷൻ ഓഫ് ഹ്യൂമൻ ബോഡി. മനുഷ്യ ശരീരത്തെ കുറിച്ച് ശരിക്കും എന്തായി ചിത്രീകരിച്ചു. എണ്ണച്ചായങ്ങൾ ഉപയോഗിച്ചു, ഓയിൽ പെയിന്റുകൾ, അതേപോലെ ഛായാചിത്രങ്ങൾ ഉപയോഗിച്ചു. ഇത് മനസ്സിലാക്കി വെച്ചാൽ മതി കേട്ടോ. ദ റെപ്രസെന്റേഷൻ ഓഫ് ഡിവൈൻ ഫിഗർ ഐഡിയലൈസ്ഡ് ഇൻ ഹ്യൂമൻ ഫോം, അതായത് മനുഷ്യന്റെ രൂപത്തിലുള്ള ദൈവത്തെ വരച്ചു. ഇത്രയും കാര്യങ്ങളാണ്. ഇത് പഠിക്കാൻ ട്രിക്ക് സിമ്പിളായിട്ട് പറഞ്ഞുതരാം. ഒരു ദൈവം ഭൂമിയിലേക്ക് പ്രകാശം അടിച്ചു നോക്കുകയാണ്, ലൈറ്റ് അടിച്ചു നോക്കുകയാണ്. അപ്പോൾ ഭൂമിയിൽ ഒരു മനുഷ്യനെ കണ്ടു. ആ മനുഷ്യൻ്റെ കയ്യിൽ ഒരു ഓയിൽ പാക്ക് ഉണ്ട്, ഒരു കയ്യിൽ, മറ്റു കയ്യിൽ അയാൾ ചായ കുടിക്കുന്നുണ്ട്. ഇത്ര മാത്രം മനസ്സിലാക്കിയാൽ മതി. ഒന്ന് മനുഷ്യരൂപത്തിലുള്ള ദൈവത്തെ ചിത്രീകരിച്ചു. സെറ്റല്ലേ? അടുത്ത് നോക്കി പ്രകാശത്തിനും അകലത്തിനും, ലൈറ്റിനും അതേപോലെ തന്നെ ഡെപ്തും, അത് രണ്ടും തമ്മിൽ വേർതിരിക്കാൻ കഴിഞ്ഞു. ഓക്കെ അല്ലേ? യെസ്, ഭൂമിയിലേക്കാണ് പ്രകാശം അടിച്ചത് അല്ലേ. അപ്പോൾ ഭൂദൃശ്യങ്ങൾ കാണാൻ കഴിയും, ലാൻഡ്സ്കേപ്പ് അല്ലേ. മനുഷ്യൻ്റെ കയ്യിൽ ഓയിലുണ്ട്, ഓയിലിൻ്റെ പാക്കറ്റ് ഉണ്ട്, എണ്ണ പാക്ക് അല്ലേ. അപ്പോൾ ഓയിൽ പാക്കാണ് എണ്ണ ചായങ്ങൾ യൂസ് ചെയ്തു. ഒരാളുടെ കയ്യിൽ ചായ അല്ലേ, ചായ കുടിക്കുന്നുണ്ട്. അപ്പോൾ ചായ ചിത്രങ്ങൾ, പോർട്രേറ്റ്സ്. ഇത്ര മാത്രമേ മക്കൾ എന്താവാനുള്ളൂ, ഇത് പഠിക്കാനുള്ളൂ. സിമ്പിളായിട്ട് മക്കൾക്ക് മനസ്സിലായിട്ടുണ്ടാവും കരുതുന്നു. അടുത്ത് നോക്കി മക്കളെ പെയിന്റിങ് അല്ലേ. പെയിന്റിങ്ങിൽ നമ്മൾ പറഞ്ഞത് തന്നെ കേട്ടോ. ഇപ്പോൾ പെയിന്റിങ്ങിന്റെ സവിശേഷത പറഞ്ഞു. ഈ പെയിന്റേഴ്സ് ജിയോട്ടോ, മസാച്ചോ, ലിയാനാർഡോ ഡാവിഞ്ചി, മൈക്കൽ ആഞ്ചലോ, ടിഷ്യനും റാഫേലും. എങ്ങനെ ഇത് പഠിക്കുക വെച്ചാൽ നമ്മൾ ജിയോന്റെ പെട്രോൾ പമ്പ് കണ്ടിക്കും, ജിയോന്റെ സിം കണ്ടിക്കും. നമ്മളാരും ജിയോന്റെ ഓട്ടോറിക്ഷ കണ്ടില്ല, എന്നാൽ കണ്ടോ? ഇതാണ് ജിയോന്റെ ഓട്ടോറിക്ഷ. അതിലേക്ക് ഒരുത്തം വട്ടപാത്രം, വൃത്താകൃതിയിലുള്ള വട്ടപാത്രത്തിൽ, റൗണ്ട് ഷേപ്പുള്ള പാത്രത്തിൽ മസാല കുഴച്ച് കൊണ്ട് ആ വണ്ടി കയറാണ്. ഓൻ്റെ പേരെ മസാച്ചിയോ. അപ്പോൾ വേറൊരു പെൺകുട്ടി കൂടി കയറി വന്നു, നല്ല സുന്ദരിയായിട്ടുള്ളൊരു കുട്ടി, ലിയാനാർഡോ ഡാവിഞ്ചി. നമ്മളെ മസാച്ചി ലിയാനും തമ്മിൽ ഭയങ്കര ഇഷ്ടത്തിലാട്ടോ. ആലോചിക്കണേ, ഈ ലിയാൻ്റെ കയ്യിലാണെങ്കിൽ എപ്പോഴും ഒരു ഇഞ്ചി ഉണ്ടാവും. ഓക്കെ ആണല്ലോ? യെസ്. അപ്പോൾ അങ്ങാടിയിൽ നിന്ന് ഒരുത്തം ഭയങ്കര ശബ്ദകോലാഹലം ഉണ്ടാക്കണം. എന്ത് വെച്ചിട്ട്? മൈക്ക് വെച്ചിട്ട്. അപ്പോൾ ആ പേരും കിട്ടി, മൈക്കൽ ആഞ്ചലോ. കിട്ടിയോ? അങ്ങനെ ഈ മൈക്ക് വെച്ചോ നേരെ ഓട്ടോറിക്ഷ കയറിയപ്പോൾ മസാച്ചിക്ക് ദേഷ്യം വന്നു. മൈക്ക് വെച്ച മസാച്ചിനോട് ചോദിക്കുക, എൻ്റെ കയ്യിൽ എന്താ മസാലയാണോ, നമുക്ക് ഫുഡ് ഉണ്ടാക്കില്ലേ? അപ്പോൾ മൈക്ക് വെച്ചോ പറയണേ, പിന്നെ ഡിഷൻ്റെ വാപ്പ കൊണ്ടുവരുമോ, ഡിഷൻ്റെ തന്ത വാപ്പ കൊണ്ടുവരുമോ. അപ്പോൾ കാര്യം കിട്ടിയില്ലേ, ഡിഷ്യനും റാഫേലും. ഇത്രയാണ് ചിത്രകാരന്മാരെ പേരുകളും കാര്യങ്ങളും. ഈ ചിന്തിക്കേണ്ടത് ഈ ജിയോട്ട വരച്ചുള്ള പ്രധാനപ്പെട്ട ചിത്രം ഏതാ? സ്റ്റൈലിൽ വരച്ചിട്ടുള്ളത് ഗ്രെക്കോ റോമൻ സ്റ്റൈൽ. അത് അതേപോലെ തന്നെ പഠിച്ചു വെച്ചാൽ മതി. ബാക്കിയുള്ള നോക്കിക്കോ. മസാച്ചോ വൃത്താകൃതിയിലുള്ള പാത്രമാണ് കയ്യിലുണ്ട്, അപ്പോൾ റൗണ്ട് ഷേപ്പിലുള്ള ചിത്രങ്ങൾ. ലിയാനാർഡോ ഡാവിഞ്ചി ഇഞ്ചി കൂട്ടി അത്താൻ കഴിക്കുള്ള ഭക്ഷണം കഴിക്കുമ്പോൾ രാത്രിയാണ് ലിയാന വീട്ടിലെത്തിയിട്ട് കഴിക്കുക. ഉണ്ടോ? ലാസ്റ്റ് സപ്പർ, അന്ത്യ അത്തായം. ലിയാന എപ്പോഴും ഇങ്ങനെ ഒറ്റയ്ക്ക് ഇങ്ങനെ നിർത്താം. മൊണാലിസ. അടുത്ത് നോക്കി മൈക്കൽ ആഞ്ചലോ അല്ലേ.
മൈക്ക് ഉപയോഗിച്ചുള്ള ആൾക്കാർ ബുദ്ധിമുട്ടിച്ച് ആ ഡിച്ചർ പൊട്ടിച്ചൂലേ, അതേ കാരണം അവൻ്റെ അവസാനത്തെ വിധി അല്ലേ, ദ ലാസ്റ്റ് ജഡ്ജ്മെന്റ്, അന്ത്യവിധി. പിന്നെ ഡിഷണോ റാഫേലിനെ പോലെയുള്ള നല്ല മനുഷ്യന്മാരെന്തായി ചിത്രീകരിച്ചു. ഇത്ര മാത്രം എന്തായാലും മതി മക്കളെ, മനസ്സിലാക്കിയാൽ മതി. ഇതോട് കൂടിയിട്ട് ആ ഭാഗം കഴിഞ്ഞു. ഞാൻ അടുത്ത് നോക്കിയും സ്കൾപ്ചർ അല്ലെ, എന്താ സ്കൾപ്ചർ എന്ന് പറഞ്ഞാൽ ശില്പകല. ശില്പകലകൾ പറഞ്ഞാൽ കുറേ ശില്പകലകൾ നമുക്കറിയില്ല, കുറേ മണ്ണ് കുഴച്ചും ബ്രോൺസ് കുഴച്ചിട്ടും അല്ലെ, അതേപോലെ തന്നെ ഇരുമ്പൊക്കെ ഉപയോഗിച്ചിട്ട് ഉണ്ടാക്കുക. ഇത് ഒന്നാമത്തെ ശില്പകല ഉണ്ടാക്കിയ ഒരാൾ ഡൊണാഡെല്ലോ, രണ്ടാമത്തെ ആൾ മൈക്കലാഞ്ചലോ. ഡൊണാഡെല്ലോ 2 വർക്കുള്ള കാര്യമായിട്ട് ഡേവിഡും ഗട്ടാമെലാറ്റിയും, ഡൊണാഡെല്ലോ ഒരു സൈ ഡേവിഡിനെയും കൊണ്ട് ഏതോ കാട്ടിക്ക് പോയതാ, എന്തോ കാണാൻ വേണ്ടിയിട്ട്, മൃഗങ്ങളെ കാണാൻ വേണ്ടിയിട്ട്. അപ്പോഴാണ് നമ്മളെ ഡേവിഡിന്റെ മേലെ അട്ട കയറിയിട്ടുള്ളത്. കിട്ടിയോ? അപ്പൊ ഡൊണാഡെല്ലോ പറയാണ്, ഡേവിഡേ എൻ്റെ മേല് അട്ടയുണ്ട്, ഡേവിഡേ എൻ്റെ മേലെ അട്ടയുണ്ട്. കിട്ടിയോ? അപ്പൊ ഡേവിഡ് പറഞ്ഞ ഡേവിഡ് മേലട്ട, ഗട്ടാമെലാട്ട. കിട്ടിയോ? അടുത്ത ആൾ പേര് നോക്കി മൈക്കലാഞ്ചലോ. മൈക്കന്റെ മേലെ നമ്മൾ കണ്ടല്ലോ ഒരു ഡപ്പി കണ്ടിട്ടില്ല, ഡപ്പി കണ്ടോ? അപ്പൊ മൈക്കലാഞ്ചലോ വരച്ച 2 ചിത്രം, ഒന്ന് ഡേവിഡ്, 2 പിയത്ത, ഡാ പി. കിട്ടിയോ? അടപ്പ് ആണ് തുറന്ന മൈക്ക്. യെസ് സിമ്പിളാ. ഇനി മൈക്ക് ഡൊണാൾഡിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇയാളെ ഡേവിഡ് ഉണ്ടല്ലോ ബ്രോൺസ് സ്കൾപ്ചറാ, അതായത് വെങ്കല ശില്പമാണ് കേട്ടോ. അതൊന്ന് എഴുതി ആലോചിച്ച് നോക്കുക. അടുത്തായിട്ട് നമ്മൾ പറയുന്ന ആർക്കിടെക്ചർ, വാസ്തുവിദ്യ എന്ന വീടുകളൊക്കെ ഉണ്ടാക്കുന്ന രൂപം. യെസ്, അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരാളാണ് ബ്രൂണലിസ്കി. വളരെ സിമ്പിളായിട്ട് നോക്കിക്കോ, ബ്രൂണലിസ്കി. രണ്ടാമത്തെ ആളാണ് ബ്രഹ്മാന്തേ. മൈക്കലാഞ്ചലോ ഉണ്ട് കേട്ടോ, ഇയാൾ കൂടെ സഹായിച്ച ഒരാളാണ് മൈക്കലാഞ്ചലോ. അപ്പോൾ ഇവർ 2 ആള്. മൈക്കലാഞ്ചലോ എല്ലായിടത്തുണ്ട്, ചിത്രത്തിലുണ്ട്, അതേപോലെ തന്നെ സ്കൾപ്ചറിലുണ്ട്, ഇതേപോലെ വാസ്തുവിദ്യ, ലിറ്ററേച്ചർ, ആർക്കിടെക്ചറിലുണ്ട്. ബ്രൂണലിസ്കി ഉണ്ടാക്കിയ ഒരു വലിയ ബിൽഡിംഗ് ആണ് ഫ്ലോറൻസിലെ കത്തീഡ്രൽ. കിട്ടിയോ? ഇത് ഇങ്ങോട്ട് വരുന്ന മനുഷ്യനാട്ടോ, മൈക്കലാഞ്ചലോ ഇവിടെ വരേണ്ട ആളാണ്. ഇത് പഠിക്കാൻ വളരെ സിമ്പിളായിട്ട് എന്താവാ, ഞാൻ ചെറിയൊരു ട്രിക്ക് നിങ്ങൾക്ക് തരാം, വളരെ സിമ്പിൾ ട്രിക്ക് തരാം. ഭ്രൂണം അല്ലെ, ഒരു അമ്മയുടെ വയറ്റിലൊരു കുഞ്ഞുണ്ടാകുമ്പോൾ ഭ്രൂണം അത് അലസും അല്ലെ. ഭ്രൂണലിസ്കി എപ്പോ കത്തിയെടുത്ത് കുത്തിയ ഡ്രില്ല് ചെയ്ത ഫ്ലോറൻസിലെ കത്തീഡ്രലില്. ബ്രഹ്മാന്തി മൈക്കലാഞ്ചലോ ഉണ്ടാക്കിയതാണ് സെന്റ് പീറ്റേഴ്സ് ബാസിലിക്ക. ഒരു ദിവസം മൈക്കലാഞ്ചലോ എന്ത് ചെയ്താ അറിയോ, നമ്മളെ ബ്രഹ്മാവിനെ പറഞ്ഞേക്കാണ്. എങ്ങോട്ട് പറഞ്ഞേക്കാന്നല്ലേ നമ്മൾ പറയും, സെൻഡ് ചെയ്തു അല്ലേ. കണ്ടോ, സെന്റ് പീറ്റേഴ്സ് ബാസിലിക്കാനെ കാണാൻ വേണ്ടിയിട്ട്. ഇങ്ങനെ ആലോചിച്ച മക്കളെ, അതും സിമ്പിളാ, അടിപൊളിയല്ലേ. ലൈക്ക് ഇടണം, ഷെയർ ഇടണം ഒക്കെ ചെയ്യണം. അടുത്ത് നോക്കിക്കോ, വളരെ സിമ്പിൾ ആയിട്ട് ലിറ്ററേച്ചർ. എന്താ മക്കളെ ലിറ്ററേച്ചർ എന്ന് പറഞ്ഞാൽ സാഹിത്യം അല്ലെ. നവോത്ഥാന കാലഘട്ടത്തിലെ സാഹിത്യത്തിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ, സാഹിത്യകാരന്മാർ റീജിയണൽ ലാംഗ്വേജിൽ എഴുതിയത് മാത്രമല്ല സ്കോളാറ്റിസത്തെ പോലെ എതിർത്തു. കാരണം സ്കോളാറ്റിസത്തിൽ കൂടുതൽ വരച്ചതും ചിത്രീകരിച്ചതും എഴുതിയതും ആരാണ്? ദൈവത്തിനെയാണ്. പക്ഷേ ഇവർ അധിക കാര്യങ്ങൾ എഴുതിയത് മനുഷ്യനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുത്തത്. ഹ്യൂമൻ റിലേറ്റഡ് തിങ്സിന് എന്ത് കൊടുത്തു? കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തു. അങ്ങനെ ആലോചിച്ചാൽ മാത്രം മതി, വേറൊന്നുമില്ല. ഓരോ എഴുതിയത് റീജിയണൽ ലാംഗ്വേജിലാണ്. കാരണം എല്ലാവരും വർക്കുകൾ വായിക്കണമെന്നുണ്ടെങ്കിൽ ഒറ്റ ഭാഷയിൽ എഴുതാൻ പറ്റൂല, അതാത് പ്രാദേശിക ഭാഷയിൽ എന്താവണം, എഴുതണം. ആ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യം ലഭിച്ചത് ഗദ്യ സാഹിത്യം. നമ്മളെ നോവല്, പോയം എന്ന് പറയുമല്ലോ, അതേപോലുള്ള ഒരു സാധനമാണ് ഗദ്യ സാഹിത്യം. പ്രോസ് ലിറ്ററേച്ചറിനാണ് അന്ന് ഏറ്റവും കൂടുതൽ പ്രാധാന്യം ലഭിച്ചത്. ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഈ സാഹിത്യകാരന്മാർ, ഒന്നാമത്തെ ആൾ പേരെന്താ? ദാന്തെ, പിന്നെ പെട്രാർക്ക്, ബൊക്കാച്ചിയോ, മാക്കിയവെല്ലി, കസാന്ദ്ര ഫെഡലെ. കറക്റ്റ് ട്രിക്ക് ഞാൻ ലൈവ് ക്ലാസ്സുകളിലൊക്കെ കഴിഞ്ഞ ലൈവ് ക്ലാസ്സിലൊക്കെ RSQന്റെ ലൈവ് ക്ലാസ്സിൻ്റെ എടുത്ത് നോക്കി വളരെ സിമ്പിളായിട്ട് കിട്ടും. എന്നാലും ഞാൻ പറഞ്ഞുതരാം. പല്ല് പൊട്ടിയപ്പോൾ നമ്മൾ എവിടെ പോവുക? ദന്താശുപത്രിയിൽ പോവുക. പൊരുത്തിന് പേരിട്ടി ദാന്തെ. ഓനോട് പറഞ്ഞാടാ പല്ല് പൊട്ടിയ പെട്ടു, എനിക്ക് ഇനി പെണ്ണ് കിട്ടൂല. പെട്രാർക്ക്. കിട്ടിയോ? അങ്ങനെ പെണ്ണ് കിട്ടാത്ത ഓൻ എന്തായി, കുറേ നടന്ന് പ്രണയഗീതങ്ങളൊക്കെ പാടി അവസാനം എനിക്ക് പെണ്ണ് കിട്ടിയപ്പോൾ ബൊക്ക കൊടുക്കാൻ പോകണം ഓളെ വീട്ടിക്ക്. അപ്പോൾ എനിക്ക് എന്ത് കിട്ടി? ചായയും കിട്ടി. അപ്പോൾ അടുത്താളെ പേര് കിട്ടി ബൊക്കാച്ചിയോ. അപ്പോൾ അവൻ്റെ വലിയ സന്തോഷം കൊണ്ട് ഓനെ കളിയാക്കിയിട്ട് പറഞ്ഞു, എൻ്റെ കുട്ടിക്ക് കുറേ പെണ്ണായിരുന്നു ഇങ്ങനെ ഇത്രയും കാലമായിട്ട് കിട്ടിയില്ല, ഇപ്പം കിട്ടിയോ? യെസ്, വല്യമ്മ ആക്കി അല്ലേ, ആക്കിയ വല്യമ്മ, ദാറ്റ് ഈസ് നോൺ ആസ് മാക്കിയവല്ലി. സെറ്റല്ലേ മക്കളെ, സെറ്റല്ലേ? യെസ്, അങ്ങനെ വല്യമ്മ കളിയാക്കിയപ്പോൾ ചെക്കനൊന്ന് ചിരിച്ചു കൊടുത്തതാ. ഓൻ്റെ പല്ല് കണ്ടപ്പോൾ പെണ്ണിനോട് പറയാ, കസാന്ദ്ര ഈ പൊന്നാര മകളെ കസാന്ദ്ര ഫെഡലെ മുട്ടായി വാങ്ങണ്ട, ഓന് പല്ല് പോയിക്കണ രസമില്ല. കിട്ടിയോ? അപ്പൊ കസാന്ദ്ര ഫെഡലെ മക്കളെ സംഭവം സെറ്റല്ലേ, കോഡ് സെറ്റല്ലേ? ഇങ്ങോട്ട് നോക്കുക. ദാന്തന്റെ ജീവിതം തന്നെ ഒരു കോമഡി അല്ലേ, പല്ല് പോയിട്ട് അന്ന് വിട്ടിക്കുക. അപ്പൊ ദാന്ത രചിച്ച വർക്ക് ഏതാ? ഡിവൈൻ കോമഡി. യെസ്, പെട്രാർക്ക് പെട്ടപ്പ് എന്ത് പാടി? പ്രണയഗീതങ്ങൾ, സോനറ്റ്, അത് രചിച്ച ആളാണ്. അടുത്ത് നോക്കി ബൊക്കാച്ചിയോ ബൊക്ക കൊടുത്ത പാത്രം എന്തായി? ഡെക്കായി, കുറ്റി തെറിച്ചു. കണ്ടോ? ഡെക്കാമറോൺ, ബൊക്ക. വല്യമ്മ എന്ന് പറഞ്ഞു. ഏത് വീട്ടിലും വല്യമ്മമാരെന്ന് പറഞ്ഞാൽ ദി പ്രിൻസ് അല്ലേ, രാജകുമാരികളെ പോലെക്കാരൻ. ഇവിടെ രാജകുമാരനാണ്, നിങ്ങൾ ആലോചിച്ച രാജകുമാരിയെ പോലെ. സിമ്പിൾ. കസാന്ദ്ര ഫെഡലെ ഓളെപ്പോഴും കസറും. ആരെ കസറല്? പ്രസംഗിക്കുമ്പോൾ കസറും. കണ്ടോ? അപ്പൊ കസാന്ദ്ര ഫെഡലെ പറഞ്ഞാൽ നല്ല സ്പീച്ച് ചെയ്യുന്ന ആളാണ്, നല്ല പ്രാസംഗികയാണ്. ആൻഡ് റൈറ്റിംഗ് കിട്ടിയോ? നല്ലോണം എഴുതും ചെയ്യും. ഇങ്ങനെയുള്ള രീതിയിലൂടെ ഫേമസ് ആയ ആളാണ് ആര്? കസാന്ദ്ര ഫെഡലെ. എൻ്റെ മക്കളെല്ലാവരും ചിന്തിക്കുക. അടുത്ത് നോക്കി ഹിസ്റ്റോറിയോഗ്രഫി. എന്താ ഹിസ്റ്റോറിയോഗ്രഫി എന്ന് പറഞ്ഞാൽ ചരിത്രരചന. നമ്മൾ ഏത് ചരിത്രത്തിൽ 3 തന്നിരിക്കുക. ഒന്ന് തുടക്ക കാലഘട്ടം, പ്രാചീന കാലഘട്ടം, മധ്യകാലഘട്ടം, ആധുനിക കാലഘട്ടം. അതായത് ആം എന്ന് പറഞ്ഞാൽ
പറഞ്ഞാൽ മതി. ആൻഷ്യന്റ് പീരീഡ്, മിഡീവൽ പീരീഡ്, മോഡേൺ പീരീഡ്. ഇത്രയും സിമ്പിളാ. ഇങ്ങനെ മൂന്നാക്കി തരംതിരിച്ച ആൾക്കാരാണ് ഫ്ലാവിയോ ബിയോണ്ടോ, ലിയാനാർഡോ ബ്രൂണി. ലിയാനന്റെ വീട്ടിൽ പ്ലാവുണ്ട്, പ്ലാവിന്റെ ബയോളജി പഠിച്ചാണ് കണ്ടോ, അതാണ് ഫ്ലാവിയോ ബയോളജി, അതായത് ഫ്ലാവിയോ ബിയോണ്ടോ. കിട്ടിയോ? അല്ലെങ്കിൽ ഫ്ലാവിയോ ബിയോണ്ടോ. ഓക്കെ, ലിയാനാർഡോ ബ്രൂണി. സെറ്റ് അല്ലേ? ഡാവിഞ്ചി അല്ലേ കേട്ടോ, മനസ്സിലാക്കുക. ഇനി ഇങ്ങോട്ട് നോക്കണം കേട്ടോ. എന്താ ചരിത്രത്തിൽ ഞാൻ ബോധാനുണ്ടായപ്പോൾ വന്നത്, മനുഷ്യനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുത്തു. എന്തിൽ നിന്ന്? ദൈവകേന്ദ്രീകൃതമാണ് സ്കോളാറ്റിസത്തിൽ. ഇവിടെ എന്ത് കൊടുത്തു? ഹ്യൂമൻ സെന്റേഡ് ആയിട്ട് മാറി. ഓക്കെ, മനുഷ്യ കേന്ദ്രീകൃതമായി മാറി. മാത്രമല്ല, എന്ത് കാര്യം പറയണത് തെളിവാണ്. പണ്ടത്തെ കാലഘട്ടത്തിലെ തെളിവാണ് ആർക്കിയോളജിക്കൽ എവിഡൻസ്, പുരാവസ്തുക്കളൊക്കെ അല്ലേ, അന്നത്തെ നാണയങ്ങൾ, അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ എന്തായി കൂടുതൽ പ്രാധാന്യം ലഭിച്ചു. ഇത്ര മാത്രം മനസ്സിലാക്കിയാൽ മതി. അടുത്ത ഭാഗം മക്കളെ വളരെ സിമ്പിൾ ആയിട്ട് നോക്കിക്കോ. സയൻസ് അല്ലെ, ശാസ്ത്രം. ശാസ്ത്രത്തിൽ നവോത്ഥാനം ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. ഏതൊക്കെ ശാസ്ത്രത്തിലാണ്? ആസ്ട്രോണമി, ജ്യോതിശാസ്ത്രം, ആയുർവേദ ശാസ്ത്രം, അതേപോലെ അനാട്ടമി, ശരീരശാസ്ത്രം. എങ്ങനെ പഠിക്കുക? ജ്യോതി എന്ന് പറയുന്ന ഒരു കുട്ടി ഉണ്ട് കേട്ടോ. ജ്യോതി എവിടെ ഉള്ളതാണ്? ആയുർവേദ കടയിലാണ് ജോലി ചെയ്യുന്നത്. എന്താ പണി? മനുഷ്യന്റെ ശരീരം കുഴിഞ്ഞു കൊടുക്കുന്ന പരിപാടിയാ. ഉണ്ടോ? കിട്ടിയോ? അപ്പൊ കിട്ടി. ഒന്നെന്താ? ജ്യോതിശാസ്ത്രം, ആയുർവേദ ശാസ്ത്രം, ശരീരശാസ്ത്രം. ദാറ്റ് മീൻസ് ആസ്ട്രോണമി, ആയുർവേദിക്, അനാട്ടമി. ഇനി ജ്യോതിശാസ്ത്രം നമുക്കറിയാലോ, ഈ എന്താണ് നിങ്ങൾക്ക് അറിയാലോ, ബഹിരാകാശങ്ങളെ കുറിച്ചും അതിൻ്റെ ഉള്ളിലുള്ള ഓരോ കാര്യങ്ങളെ കുറിച്ചും പഠിക്കുക, ഗ്രഹങ്ങളെ കുറിച്ചൊക്കെ പഠിക്കുക. യെസ്, അങ്ങനെ ആദ്യം പഠിച്ച ആളാണ് ടോളമി കേട്ടോ. ടോളമി ഉണ്ടായപ്പോൾ ടോളമി പറയാണ് പ്രപഞ്ചത്തിന്റെ നടുവിൽ ഭൂമിയാണ്, സെന്റർ ഓഫ് ദ എർത്ത്, യൂണിവേഴ്സ് ഇസ് ദ എർത്ത് എന്നാണ് പറഞ്ഞത്. അത് തിരുത്തി പറഞ്ഞു. ആര്? കോപ്പർനിക്കസ് പറഞ്ഞു പ്രപഞ്ചത്തിന്റെ സെന്ററിൽ എന്താണുള്ളത്? സൺ, സൂര്യനാണെന്ന് പറഞ്ഞു. അപ്പൊ കെപ്ലറും പറഞ്ഞു കോപ്പർനിക്കസ് ആ പറഞ്ഞാൽ ശരി. കാരണം എന്താ? ഏതൊരു പ്ലാനറ്റിന്റെ സ്പീഡ് ബേസ്ഡ് ഓൺ ദ സൺ. ഏതൊരു പ്ലാനറ്റിന്റെ സ്പീഡ് എന്ത് മനസ്സിലായി? എന്ത് ബേസ് ചെയ്തിട്ടുണ്ടാവുക? സൂര്യനെ അടിസ്ഥാനമാക്കിയിട്ടുണ്ടാവും. അപ്പൊ സൂര്യന്റെ അടുത്താണെങ്കിൽ സ്പീഡ് എന്താവും? കൂടും. കുറച്ചുകൂടി വിട്ടാണ് സ്പീഡ് എന്താവും? കുറയും. ഇപ്പൊ ഈ കെപ്ലർ പിന്തുണച്ചത് ആരെയാണ്? കോപ്പർനിക്കസിനെയാണ് അല്ലേ. ഞാൻ അടുത്ത ആൾ നോക്കി, ഗലീലിയോ ഗലീലി ആലോചിച്ചു, എന്താ ഇപ്പൊ നടുവിൽ ഭൂമിയാണോ സൂര്യനാണോ? ഗലീലിയോ തന്റെ ടെലസ്കോപ്പ് എടുത്തിട്ട് അത് യൂസ് ചെയ്തിട്ട് ഗലീലിയോ കണ്ടുപിടിച്ച രണ്ട് കാര്യങ്ങളാണ്, റിങ്സ് ഓഫ് സാറ്റേൺ ആൻഡ് ദ സാറ്റലൈറ്റ് ഓഫ് ജൂപ്പിറ്റർ. ജൂപ്പിറ്ററിന്റെ ഉപഗ്രഹവും കണ്ടുപിടിച്ചു, ശനിയുടെ വാലയങ്ങളും കണ്ടുപിടിച്ചു. ഇതിന്ന് മനസ്സിലായി പ്രപഞ്ചത്തിന് നടുവിൽ സണ്ണാണ്, എന്തല്ല ടോളമി അല്ല. അപ്പൊ ഇവിടെ സസ്യായതാരാ? ടോളമി അല്ലേ. എന്നിട്ട് പോലെ രണ്ടാളി സപ്പോർട്ട് ചെയ്യാൻ വന്ന വേറെ ആള് ന്യൂട്ടൺ, ഗ്രാവിറ്റി തിയറിക്ക് കൊണ്ടുവന്നിട്ട്. അടുത്ത ആൾ നോക്കി, ആയുർവേദത്തിലും കുറേ മാറ്റങ്ങൾ ഉണ്ടായി. ആയുർവേദത്തിൽ കുറെ കാര്യമായിട്ട് പഠിച്ച ആളാണ് പാരാസെൽഷ്യസ്. എന്തിനെ കുറിച്ച് പഠിച്ചു? കോസസ് ഓഫ് ഡിസീസ് ആൻഡ് റെമഡി, രോഗകാരണങ്ങളെ കുറിച്ചും അതിന്റെ പരിഹാരങ്ങളെ കുറിച്ചും. എങ്ങനെ നമുക്കിത് മനസ്സിലാക്കാം? സിമ്പിളായിട്ട് ഞാൻ പറഞ്ഞുതരാം. നമുക്ക് രോഗം എന്ന് പറഞ്ഞാൽ ഒരു പാരയാണ്. അപ്പൊ രോഗകാരണങ്ങളെ കുറിച്ച് പഠിച്ചതാരേ? കാരണം പാരാസെൽഷ്യസ്, പാര കിട്ടിയില്ലേ? സിമ്പിളാ. അപ്പൊ രോഗകാരണങ്ങൾ മാത്രമല്ല അതിന്റെ പരിഹാരങ്ങളും പഠിച്ചിട്ടുണ്ടാവും. സെറ്റ്. അനാട്ടമി, ശരീരശാസ്ത്രത്തെ കുറിച്ച് പഠിച്ച ആളാണ് ആര്? ആൻഡ്രിയസ് വെസാലിയസ്. മനുഷ്യ ശരീരത്തെ കീറി മുറിച്ച് പഠിച്ചത്. കിട്ടിയോ? സിമ്പിളാണ്. വെസാലിയസ് അല്ലേ. നെയ്യ് ഉണ്ടാവും. മനുഷ്യ ശരീരം കീറിയ നല്ല വസലകൾ കിട്ടും, നല്ല നെയ്യ് കിട്ടും. കണ്ടോ? ഇത്ര മക്കളതിൽ പഠിക്കാനുള്ളൂ. അടുത്ത നോക്കി, റിഫോം മൂവ്മെന്റ്. എന്താ മക്കളെ റിഫോം മൂവ്മെന്റ് എന്ന് പറഞ്ഞാൽ? നവീകരണ പ്രസ്ഥാനം അല്ലേ. അതായത് കത്തോലിക്ക സഭ അല്ലേ. ഇത് ആദ്യം പറഞ്ഞ കേട്ടോ. ക്രിസ്തു മതത്തിലാണ് എന്തുണ്ടായിട്ടുള്ളത്? മതനവീകരണം ഉണ്ടായിട്ടുള്ളത്. ഏത് മതമാണ്? ക്രിസ്തു മതത്തിൽ ഒരു സഭയാണ് മക്കളെ കത്തോലിക് സഭ. എന്താണ് ഈ കത്തോലിക് സഭയിൽ ഉണ്ടായിരുന്ന അറിയോ? കത്തോലിക് സഭയിലെ നേതാക്കന്മാര് പാപവിമോചന പത്രിക വിൽക്കാൻ തീരുമാനിച്ചു. സെയിൽ ഓഫ് ഇൻ്റലിജൻസസ്. അത് ആൾക്കാർ വിഡ്ഢികളൊക്കെയാണ്. എന്ത്? ഇത് വിറ്റ് കഴിഞ്ഞാൽ, ഇത് വാങ്ങിക്കഴിഞ്ഞാൽ ഞങ്ങൾക്കൊക്കെ സ്വർഗം കിട്ടും, നിങ്ങളെ എല്ലാ കുറ്റങ്ങളും പൊറുക്കപ്പെടും, ഷുഡ് റിഡീം യുവർ സിൻസ്, നിങ്ങൾ ചെയ്ത പാവങ്ങളൊക്കെ പൊറുക്കപ്പെടും, നിങ്ങൾക്ക് മോചനം കിട്ടും എന്ന് പറഞ്ഞത്. അതാണ് പാപവിമോചന പത്രിക. അതിനെ പ്രോത്സാഹിപ്പിക്കാൻ വന്ന ആളാണ് ടെറ്റ്സൽ വന്നത് കൊടുക്കാണ് അറിയോ? ടെറ്റ്സൽ ജർമ്മനിക്ക് വന്നപ്പോൾ ജർമ്മനിയിൽ ഒരു പൗരനുണ്ട്, മാർട്ടിൻ ലൂതർ. അയാൾ എന്ത് ചെയ്തത് അറിയോ? 95 പ്രബന്ധങ്ങൾ എഴുതിയുണ്ടാക്കി, 95 നോട്ടീസ്. എന്തിനെതിരെ? ഇത് വിൽക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് എന്തായി? ഇയാൾ നോട്ടീസ് അടിച്ചിറക്കി. എന്നിട്ടോ നോട്ടീസ് തന്നെ പ്രബന്ധം കേട്ടോ. അത് അവിടെ ഒരു ചർച്ച് ഉണ്ട്, ആ ചർച്ച് കൊണ്ട് ഫിക്സ് ചെയ്തു. ചർച്ച് എന്താ? ചർച്ചിന്റെ പേര്? ഈ ചർച്ചിനുള്ള ആൾക്കാരൊക്കെ വിറ്റ് പറഞ്ഞാണ് ബർഗർ ഒന്നും. അപ്പൊ ചർച്ചിന്റെ പേരെന്താ? വിറ്റൻബർഗ് ചർച്ച്. വിറ്റ് പറഞ്ഞാണ് എന്ത് കഴിക്കും? ബർഗർ കഴിക്കും. അങ്ങനെ വിറ്റൻബർഗ് ചർച്ച് കൊണ്ടുപോയിട്ട് അത് ഫിക്സ് ചെയ്തു. മനസ്സിലായല്ലോ? അങ്ങനെ അന്ന് മുതലാണ് എന്ത് തുടങ്ങുന്നത്? റിഫോം മൂവ്മെന്റ്. ഏത് സഭക്കെതിരെ? കത്തോലിക് ചർച്ചിനെതിരെ അല്ലെ. കത്തോലിക് ചർച്ചിന് എന്തിനെതിരെ? സെയിൽ ഓഫ് ഇന്റലിജൻസസിനെതിരെ പ്രോത്സാഹിക്കാൻ വന്നതാരാ? ടെറ്റ്സൽ. പഠിക്കാൻ സുഖ. ഇത് നടക്കുമെന്ന് അറിയാൻ വേണ്ടി ടെസ്റ്റ് ചെയ്യാൻ ഒരുത്തം വന്നു എന്ന് ആലോചിച്ചാൽ മതി. ടെസ്റ്റിൽ അതിങ്ങോട്ട് മാറ്റിയിടുക. ടെറ്റ്സൽ. അത്രയും സിമ്പിൾ ആണ് കേട്ടോ. ഈ മതനവീകരണ പ്രസ്ഥാനം തുടങ്ങിയത് എവിടെയാണ്? ജർമ്മനിയിലാണ്. പക്ഷെ ഇത് പിന്നീട് എന്തായി? 2 രാജ്യങ്ങളിലേക്ക് വ്യാപിച്ചു. ഒന്ന് എവിടേക്ക് വ്യാപിച്ചു വെച്ചാൽ, ഒന്ന് വ്യാപിച്ചത് ഇംഗ്ലണ്ടിലേക്കാണ്, രണ്ടാമത് വ്യാപിച്ചത് സ്വിറ്റ്സർലാൻഡിലേക്കാണ്. ഇംഗ്ലണ്ടിന് നേതൃത്വം കൊടുത്ത ആളെ പേരാണ് കിങ് ഹെൻറി 8. എങ്ങനെ സുഖം? ഇംഗ്ലണ്ട് ഭരിക്കാൻ രാജാവിന് എൻട്രി 8 നിലയിൽ പൊട്ടാത്ത എൻട്രിയക്കാരൻ അല്ലേ. അല്ല അടിപൊളിയിലെ സെറ്റപ്പ് എൻട്രിയക്കാരൻ കിങ് ഹെൻറി. സെറ്റ് അല്ലേ. സ്വിറ്റ്സർലാൻഡ് നേതൃത്വം കൊടുത്ത 2 ആൾക്കാർ നല്ല തണുപ്പേക്കാരൻ, കമ്പിളിട്ട് മൂടും അല്ലേ. ഉറങ്ങുമ്പോഴേ കമ്പിളി പതുപ്പ് പതുക്കും അല്ലേ. കാല്
കാലുമെന്നല്ലേ നമ്മൾ പതിച്ചു തുടങ്ങുക. അപ്പോൾ ഒന്നാമത്തെ പേര് കാൽവിൻ കിട്ടിയോ, കമ്പിളി സിംഗിളി ഉണ്ടോ, അപ്പോൾ രണ്ടാൾക്കാർ സിംഗിളിയും കാൽവിനും. ഇതൊരു സെറ്റാണ് മക്കളെ കാര്യങ്ങൾ. അങ്ങനെ മതനവീകരണ പ്രസ്ഥാനം ഉണ്ടായപ്പോൾ ഈ കത്തോലിക്ക ചർച്ചാർ തീരുമാനിച്ചു ബലിപ്പാലന ശരിയാ കുറെ തെറ്റുകളുണ്ട്, തിരുത്തണം. അപ്പോൾ കത്തോലിക്ക സഭ പറയാണ്, റിഫോം മൂവ്മെന്റ് ഉണ്ടായപ്പോൾ പറയാണ്, നിങ്ങൾ ആരും ഞങ്ങൾ തിരുത്താൻ വരണ്ട, ഞങ്ങൾ സ്വയം തിരുത്തിക്കൊണ്ട് കിട്ടിയോ. അത് നമ്മൾ വിളിക്കണ പേരാണ് എന്ത്, കൗണ്ടർ റിഫോർമേഷൻ, പ്രതിമത നവീകരണം. നോക്കി എന്താ നോക്കിക്കോളി, ഫോളോയിങ് ദ റിഫോർമേഷൻ. അവിടെ മതനവീകരണ പ്രസ്ഥാനം ഉണ്ടായില്ല, കത്തോലിക്ക സഭ പറ്റൂല എന്ന് പറഞ്ഞ മാർട്ടിൻ ലൂഥർ സമരം നടത്തിയില്ലേ. ആ സമയത്ത് കത്തോലിക്ക ചർച്ച് തീരുമാനം എടുക്കുകയാണ് എന്ത്, ടു റിഫോം ഇറ്റ് സെൽഫ്, സ്വയം മാറ്റം വരുത്താനും. അപ്പോൾ എന്തായി, അതിന്റെ ഭാഗമായിട്ട് സെയിൽ ഓഫ് ഇന്റലിജൻസ് ഒക്കെ നിരോധിക്കുകയാണ്. എവിടെ വെച്ചിട്ടാണ് ഓല് തീരുമാനിക്കുന്നത്, ഇറ്റലിയിൽ ട്രെൻഡിലാണ് ഒരുമിച്ച് കൂടിയത്. എവിടെ ഒരുമിച്ച് കൂടി, ഇറ്റലിയിലെ ട്രെൻഡിൽ കത്തോലിക്ക സഭയുടെ എല്ലാ അംഗങ്ങളും എന്തായി ഒരുമിച്ച് കൂടിയിട്ട് ഓല് പറഞ്ഞു, വി വിൽ ബാൻഡ് ദ സെയിൽ ഓഫ് ഇന്റലിജൻസസ്, പാപവിമോചന പത്രിക നമ്മൾ എന്താവാണ്, നിരോധിക്കുകയാണ്. ഇതാണ് കാര്യമായിട്ട് പറയാനുള്ളത്. ഇതേപോലെ കൗണ്ടർ റിഫോർമേഷൻ നടത്തിയ വേറൊരാളുണ്ട്, ഇഗ്നേഷ്യസ് ലയോള, സ്പെയിനിൽ കേട്ടോ. ഓക്കെ, ഇത്രയും കാലം സൊസൈറ്റി ഓഫ് ജീസസ് ഒക്കെ ഉണ്ടാക്കി ഇത്ര പഠിച്ച് നമ്മളെ ചാപ്റ്റർ സെറ്റാ മക്കൾ. അത്യാവശ്യം സ്പീഡിലാണ് ക്ലാസ് എടുത്തിട്ടുള്ളത്. പക്ഷെ നിങ്ങൾ എന്ത് ചെയ്യണം അറിയോ, അടിപൊളിയായിട്ട് ഇതിങ്ങനെ കുറച്ച് സ്പീഡൊക്കെ കുറച്ചിട്ട് നിങ്ങൾ എന്താവുക, ക്ലാസ് കേൾക്കുക. അടിപൊളിയായിട്ട് മക്കൾക്ക് ക്ലാസ് മനസ്സിലാവുമെന്ന് കരുതുന്നു. നമ്മൾ അടിപൊളിയായിട്ട് എന്തായിട്ടുണ്ട് ക്ലാസ് എടുത്തിട്ടുണ്ട്, സെറ്റാണ്. എൻ്റെ കുട്ടികളെല്ലാവരും എന്താവുക, വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഇന്ന് വൈകുന്നേരം കൃത്യം, അതായത് ഇന്ന് വൈകുന്നേരം അല്ല, നിങ്ങൾ എക്സാമിൻ്റെ തലേന്ന് കൃത്യം വൈകുന്നേരം നമ്മൾ എന്താവുന്നുണ്ട്, 7:30 ലൈവിൽ വരുന്നുണ്ട്, മാരത്തോൺ റിവിഷനുമായിട്ടൊക്കെ വരുന്നുണ്ട്, പ്രഡിക്ഷനുമായിട്ട് വരുന്നുണ്ട്. എല്ലാവരും എന്താവണം, അന്ന് ലൈവിൽ ഉണ്ടാവണം. അപ്പോൾ ടാറ്റ മക്കളെ, ബൈ ബൈ, സി യു.